പീച്ചിങ്ങയും തൈരും കൂടി ചേർത്ത് ഒരു ഓലൻ ഉണ്ടാക്കിയാലോ? അടിപൊളി ടേസ്റ്റാണ് ഈ ഓലൻ. പീച്ചിങ്ങ ഓലൻ. ഞാനിത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് ഒരു പീച്ചിങ്ങയാണ്, ഒരു വലിയ പീച്ചിങ്ങ. അതിൻ്റെ കൂടെ ഒരു സവാളയും 4-5 പച്ചമുളകും. ഈ പീച്ചിങ്ങ സവാളയും പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് തൈരും. ആദ്യം ഒരു പാനിൽ വെളിച്ചെണ്ണ എടുത്ത് അത് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റി കൊടുക്കാം. അത് വെന്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പീച്ചിങ്ങ ഇട്ട് കൊടുക്കാം. പീച്ചിങ്ങ ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി തേങ്ങാപ്പാൽ ആഡ് ചെയ്താം. തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ കിടന്ന് നമ്മുടെ പീച്ചിങ്ങ ഒന്ന് വെന്ത് വരണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പീച്ചിങ്ങ ഒന്ന് വെന്ത് വരണം. അത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിപ്പിച്ചെടുക്കാം. പീച്ചിങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈരോ അല്ലെങ്കിൽ മോരോ ആഡ് ചെയ്യാം. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. പീച്ചിങ്ങ ഓലൻ അല്ലെങ്കിൽ പീച്ചിങ്ങ തൈര് കറി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.